നമസ്കാരം. റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രീഡ് സ്പോട്ട്ലൈറ്റ് എന്ന സെഗ്മെന്റിൽ നമ്മൾ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രീഡ് പിക്കിനീസ് അല്ലെങ്കിൽ പീക്കിനീസ് എന്നുള്ള ഒരു ചൈനീസ് ബ്രീഡാണ്. ഈ പിക്കിങ്ങീസ് എന്ന് പറയുന്ന ബ്രീഡ് ചൈനയിലെ രാജവംശത്തിൽപ്പെട്ട ഒരു ബ്രീഡാണ്. അതായത് രാജാക്കന്മാർ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന ഒരു ബ്രീഡാണ് ഈ പിക്കിങ്ങീസ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പിക്കിങ്ങീസ് ഉണ്ടായത്, അങ്ങനെ പല മിത്തുകളുണ്ട്. അതായത് ഒരു ലയണും മാർമോസെറ്റും കൂടിയിട്ടാണ് ഒരു പിക്കിങ്ങീസ് ഉണ്ടായത് എന്നെല്ലാം വിചിത്രമായ കഥകളുണ്ട്. അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷ് ട്രൂപ്പുകൾ ഒരിക്കൽ ബീജിങ്ങിലെ കൊട്ടാരം ലൂട്ട് ചെയ്തപ്പോൾ ഒരു 5 പീക്കിങ്ങീസിനെ അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അതിനുശേഷം അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയാണത് സാധാരണക്കാരായ നമ്മളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഫേവറേറ്റ് ബ്രീഡായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് പീക്കിങ്ങീസ്. ഈ പീക്കിങ്ങീസ് ബ്രീഡിനെ പലരും മോൾട്ടീസ് ആയിട്ടും അതേപോലെ പൂഡിലായിട്ടും ക്രോസ് ചെയ്ത് ആ രീതിയിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് ഈ ബ്രീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇവരുടെ വെയിറ്റ് ഏകദേശം ഒരു 3.2 to 4.3 kgsനുള്ളിൽ വരും. അതേപോലെ നിങ്ങൾക്ക് കാണാം ഇവരൊരു അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ഡാക്ഷനെ പോലെയൊക്കെ ഉള്ള ഒരു ബ്രീഡാണ്. അതേപോലെ തന്നെ ഇവരുടെ കോട്ട് ലോങ് കോട്ടാണ്, ചിലതെല്ലാം ഡബിൾ കോട്ടാണ്. നല്ല ലെങ്തി ഹെയർ വരുന്ന ഒരു ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂമിങ് റെഗുലർലി ആവശ്യമുള്ള ഒരു ബ്രീഡാണ്. പിന്നെ ഈ ബ്രീഡിന്റെ എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ് ഇവരുടെ ഫ്ലാറ്റ് ഫേസും അതേപോലെയുള്ള റൗണ്ട് ഐസും. കണ്ടാൽ പഗ്ഗിന് വളരെ സിമിലർ ആയ ഒരു ഫേസ് കട്ടാണ് ഇവർക്കുള്ളത്. ഈ ബ്രീഡിന് വരാവുന്ന മേജർ ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത് ഐ പ്രോബ്ലംസും ബ്രീതിങ് ഇഷ്യൂസും ആണ്. നിങ്ങൾക്കറിയാം ഇവരുടെ നോസ് സ്നബ് നോസ് ആണ്, വളരെയധികം ചേർന്നിരിക്കുന്ന ഒരു നോസാണ്. അത് കാരണം തന്നെ ബ്രീത് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവരെ കണ്ടിന്യൂസ്ലി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. അതേപോലെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഗ് അല്ലെങ്കിൽ അതേപോലെയുള്ള ബ്രീഡ്സ് ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം തന്നെയാണ് ഈ ഐ അൾസേഴ്സ് വരുന്നത്. ഈ മൂക്കിന് ചുറ്റുമുള്ള രോമങ്ങൾ വളർന്നു വന്ന് കണ്ണിൽ തട്ടുകയും പിന്നെ അങ്ങനെ ഐ അൾസേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐ ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് ഈ ബ്രീഡിന്റെ വേറൊരു ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത്. ഹീറ്റ് സ്ട്രോക്ക് ആണ് മൂന്നാമത്തെ ഒരു കൺസേൺ. വളരെയധികം വെയിലുള്ള സാഹചര്യം അതേപോലെ ചൂടുള്ള കാലാവസ്ഥയിലൊന്നും ഇവരെ പുറത്തിറക്കി നടത്തുകയോ എക്സസൈസ് ചെയ്യിപ്പിക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു പീക്കിങ്ങീസ് ബ്രീഡ് വളർത്താൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഇവർ ലോങ് ഹെയർ ആയത് കാരണം എല്ലാ ദിവസവും കോമ്പിങ് അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ അവർ ഗ്രൂം ചെയ്ത് നിർത്തുന്നത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. രണ്ടാമതായിട്ടുള്ള കണ്ണ് എന്നും ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഐ അൾസേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണ് എന്നും നിങ്ങൾ ക്ലീൻ ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കണം. മൂന്നാമതായിട്ട് ഇവർക്ക് മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് രീതിയിലുള്ള എക്സസൈസസ് മാത്രം കൊടുക്കുക. അതും വെയിലില്ലാത്ത സമയത്ത് മാത്രം അവരെ പുറത്തിറക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ചെറിയ രീതിയിലുള്ള ഫെച്ച് അതുപോലെയുള്ള ഗെയിംസിലൂടെ അവരെ നിങ്ങൾക്ക് ആക്റ്റീവായി നിർത്താവുന്നതാണ്. ഗ്രൂമിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ഈ ബ്രീഡിനെ ഷോയിനൊന്നും കൊണ്ടുപോകാൻ താല്പര്യപ്പെടാത്തവരാണെങ്കിൽ നമ്മൾ പപ്പി കട്ട് ചെയ്ത് ഇവരെ നിർത്താം. അതായത് ഷിറ്റ്സുവിനൊക്കെ നമ്മൾ വളരെയധികം ഹെയർ കുറച്ച് നിർത്തുന്ന രീതിയിൽ, അതായത് എവറിഡേ ഗ്രൂമിങ് കുറയ്ക്കുന്ന രീതിയിലുള്ള കട്ടുകൾ, ഹെയർ കട്ട് നിങ്ങൾക്ക് ചെയ്ത് അവരെ നിർത്താം.